ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ക്രിസ്മസ് മോഡിലൊക്കെ ആയിരിക്കും. അപ്പം ഞാനും ഇന്നൊരു ക്രിസ്മസ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് അറ്റ് കണിച്ചേരി ഫാമിലിയെ പറ്റി ഞാൻ മുന്നേ ഒരു മിനി വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണിച്ചേരി ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നാട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു ഒത്തുചേരലുണ്ടാവും. അപ്പോൾ ഇന്നും നാട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ക്രിസ്മസും ഓണമൊക്കെ ആഘോഷിക്കാനേ നമുക്ക് ചുറ്റും ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. അത് റിലേറ്റീവ്സ് തന്നെ വേണം എന്നല്ല ഞാൻ പറയുന്നത്, ഫ്രണ്ട്സ് ആവാം, അയൽക്കാരാവാം, അല്ലേ? അങ്ങനെയൊക്കെ എല്ലാവരോടും ചേർന്നിട്ട് ഒരു സെലിബ്രേഷൻ ആവുമ്പോഴാണ് അതൊന്ന് കംപ്ലീറ്റ് ആവുന്നത്. ഇതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ ബൂത്ത് പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ട് പരിപാടിയാണ്. ഇനി അടുത്തത് തൊപ്പി ഡിസ്ട്രിബ്യൂഷനാണ്. കാലാകാലങ്ങളായിട്ട് ജെസ്സിയാൻ്റെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്മസ് തൊപ്പികളാണ് അന്നേ ദിവസം എല്ലാവർക്കും നമ്മളിങ്ങനെ വിതരണം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബാബുവിൻ്റെ ബർത്ത്ഡേ ആണ്. ബാബുവിൻ്റെ ബർത്ത്ഡേ ആക്ച്വലി December 24th അപ്പം നമ്മൾ ഈ ഒരു ഗ്യാതറിംഗ് ടൈമിലാണ് അത് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഇത്തവണ 22nd നമ്മൾ ഇവിടുത്തെ ഒരു ക്രിസ്മസും പിന്നെ ബാബുവിൻ്റെ ബർത്ത്ഡേയും സെലിബ്രേഷൻ വെച്ചിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ പാടുന്നതിന് പിറകിൽ അവിടെ സ്പീക്കറിൽ പാട്ടും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ ബഹളം ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിയാറായി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി. നമ്മൾ ഈ ലോട്ട് ഇട്ടിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു പരിപാടി തുടങ്ങും കേട്ടോ. അതിന് നമ്മുടെ എംബയാണ് ഇന്നത്തെ ആങ്കർ. നിന്റെ മൂഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ നേരെ നില്ല്. നമ്മളെ ഗിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിക്ക് ആരെ കിട്ടിയത് നമുക്ക് നോക്കാം. ഗിഫ്റ്റ് കിട്ടിയ അടിപൊളി. അവന് ആദിശ കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. നല്ല നല്ല വണ്ടർഫുൾ കാക്കിലാണ് ഈ തോന്നുന്നു. ഓക്കെ, ഓടി വരുന്നു. എന്റെ എനിക്കല്ല. നടന്ന് ഇങ്ങോട്ടാണ് എനിക്കറിയാം. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഫുഡ് അടി, പിന്നെ വേറെന്തെങ്കിലും അടി ഉണ്ടെങ്കിൽ ആ അടി ഒക്കെ തുടങ്ങേണ്ട ഒരു സമയമായി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിനകത്തേക്ക് പോകണം. Oh, come let us adore. Oh, come.
വ്ളോഗില് എന്റെ ഈ ശബ്ദരേഖയ്ക്ക് വലിയ പ്രസക്തിയില്ല കേട്ടോ. കാരണം ആവശ്യത്തിൽ കൂടുതലും ശബ്ദവും ബഹളവും ഒക്കെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര് ഫുഡ് അടിക്കുന്നുണ്ട്, കുറച്ച് പേര് വേറെ എന്തൊക്കെയോ അടിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തും പലരും അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള കലാപരിപാടികൾ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ ബഹളം കാണാം, അതായത് പാട്ട്, പിന്നെ കുറേ ഡാൻസ്, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കണിച്ചേരിയുടെ ഒരു നാഷണൽ ആന്തം ഉണ്ട്. അതായത് ഇവിടുത്തെ മാത്രമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ. ആ പാട്ട് ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വ്ളോഗ് ഒന്ന് എൻജോയ് ചെയ്യും. ഞാൻ 6 പാക്കറ്റ് ബ്രൗണിയും ചോയ്സും പോയി. ഇനി നാളത്തേക്ക് ഒരു 6 പാക്കറ്റ് നമ്മൾ ചെയ്യണം. ചെയ്ത പക്ഷെ നല്ല ഭൂഷാലേ ജാതനായവനെ നിന്നാമെന്നും മഹത്വമേ ഇമ്മാനുവേ മഹേശനേ സോങ്ങാണ് ഡേസിപ്പമ്മ ഡേസിപ്പപ്പ. നമ്മളിപ്പോ ആലപിക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത മണിയോടെ ഇതാണ് നമ്മുടെ നാനി, അതായത് ഇവിടുത്തെ ഈ 6 മക്കളുടെ അമ്മ, പിന്നെ ചെറുമക്കളുടെ മുത്തശ്ശി, ചെറു മക്കളുടെ മുതുമുത്തശ്ശി. അപ്പൊ എന്തായാലും നാനി ഈ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുവാണ് കേട്ടോ. തിരുവനന്തപുരത്തെ പാട്ടാണ്. എന്റെ പപ്പായും പപ്പായുടെ പ്രദേശമൊക്കെ ഇങ്ങനെ ഫംഗ്ഷൻ പാടിയും കേട്ടിട്ടുണ്ട്. പാട്ടാ. വലിയ സ്ഥലത്തിൽ അലുവാ വെട്ടി വെച്ചോണ്ട് ഒരു കയ്യിൽ അലുവാനും വെച്ചോണ്ടാണ് അവര് പാട്ട് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഓരോരുത്തർ പിന്നെ പാട്ടും ഡാൻസ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഏകദേശം പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്യാനായി. ഇതെന്താണെന്ന് വെച്ചാല് നമ്മളെ എപ്പോഴും ഇപ്പൊ ഒരു ഗ്യാതറിംഗ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു റീൽ ഒപ്പിക്കാറുണ്ട് എങ്ങനെയെങ്കിലും എല്ലാവരും ചേർത്തിട്ട്. അപ്പൊ അതിനിങ്ങനെ ഓരോ സ്റ്റെപ്സ് ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പൊ കണിച്ചേരിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്തൊരു വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരയ്ക്കും ബൈ ബൈ.